primary agricultural credit societies are the grassroots level cooperative organization for short-term, medium-term loans. Short-term, medium-term loan കൊടുക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഏറ്റവും ബോട്ടം ലെവലിലുള്ള കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസുകളാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ PACS. ഇതാണ് PACS, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആർ ദ bottom level cooperative organization or the grassroots level cooperative organization for short term medium term loans. അതായത് ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ലോൺ കൊടുക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഏറ്റവും ബോട്ടം ലെവലിലുള്ള കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനുകളാണ് PACS, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി, 1 വില്ലേജ് ഓർ പഞ്ചായത്ത്. ഈ സൊസൈറ്റികളുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് 1 വില്ലേജ് ഓർ പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ആണ് ഇതിന്റെ ഏരിയ ഓപ്പറേഷൻ, അതായത് ഇതിന്റെ പ്രവർത്തന മേഖല. ദി ഏരിയ ഓപ്പറേഷൻ ഓഫ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, 1 വില്ലേജ്, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി. മെമ്പേഴ്സ് ആർ ജനറലി അഗ്രികൾച്ചറിസ്റ്റ്. പൊതുവില് കൃഷിക്കാരായിരിക്കും അല്ലെങ്കിൽ കൃഷി അനുബന്ധ മേഖലയിലുള്ള ആളുകളായിരിക്കും പൊതുവിൽ ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയപ്പെടുന്നത്. The PACS in Kerala are service cooperative banks, service cooperative societies, farmers service cooperative banks, rural credit societies, etc. ഈ PACS തന്നെ പലതരത്തിലുള്ളതുണ്ട്. അതായത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ഇങ്ങനെ പലതരത്തിലുള്ള പ്രൈമറി സൊസൈറ്റികളാണ്. ദി PACS ആർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, എക്സെട്ര. ദി ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഫോംഡ് on the recommendation of National Commission on Agriculture. ആണ് നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. 1 വില്ലേജ് 1 സൊസൈറ്റി റെക്കമെൻഡഡ് ബൈ മാൽക്കം ഡേർലിംഗ് കമ്മിറ്റി. ഇതാണ് 1 വില്ലേജ് 1 സൊസൈറ്റി റെക്കമെൻഡഡ് ബൈ മാൽക്കം ഡേർലിംഗ് കമ്മിറ്റി. മാൽക്കം ഡേർലിംഗ് കമ്മിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് 1 വില്ലേജ് 1 സൊസൈറ്റി. 1 വില്ലേജ് 1 സൊസൈറ്റി റെക്കമെൻഡഡ് മാൽക്കം ഡേർലിംഗ് കമ്മിറ്റി. ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഫോംഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ഈ പ്രൈമറി സൊസൈറ്റികളുടെ എല്ലാം ഏരിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്താണ് ഏരിയ ഓപ്പറേഷൻ. മെമ്പേഴ്സ് ആർ ജനറലി അഗ്രികൾച്ചറിസ്റ്റ്. ദി സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡി തന്നെയാണ്. എല്ലാ ബാങ്കുകളെയും പോലെ ഈ ബാങ്കുകളുടെയും സുപ്രീം അതോറിറ്റി, അതായത് ഏതൊരു സഹകരണ സ്ഥാപനമാണെങ്കിലും അതിന്റെ സുപ്രീം അതോറിറ്റി ജനറൽ ബോഡിയാണ്, അതായത് മെമ്പേഴ്സ് ആണ്. ഇവിടെയാണെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, സുപ്രീം അതോറിറ്റി, ജനറൽ ബോഡി, ദാറ്റ് ഈസ് ദ മെമ്പേഴ്സ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മെമ്പേഴ്സ് ആണ് ഉള്ളത്. A ക്ലാസ് മെമ്പേഴ്സ്, B ക്ലാസ് മെമ്പേഴ്സ്, C ക്ലാസ് മെമ്പേഴ്സ്. സുപ്രീം അതോറിറ്റി, ജനറൽ ബോഡി. 3 തരത്തിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. A ക്ലാസ് മെമ്പേഴ്സ്, B ക്ലാസ് മെമ്പേഴ്സ്, C ക്ലാസ് മെമ്പേഴ്സ്. A ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്ന പേഴ്സൺസ് റിസൈഡിങ് in the area operation or occupying land in the area operation. ഇതാണ് A class members എന്ന് പറയുന്നത് individuals residing in the area operation or occupying land in the area operation. ഒന്നുകിൽ ഈ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ സ്ഥിര താമസക്കാരോ അല്ലെങ്കിൽ കൃഷിഭൂമി, സ്വന്തമായി കൃഷിഭൂമിയോ ഉള്ളവരായിരിക്കും A ക്ലാസ് മെമ്പേഴ്സ്. ഇനി B ക്ലാസ് മെമ്പേഴ്സ് ഗവൺമെന്റ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്.
ഇതാണ് ബി ക്ലാസ് മെമ്പേഴ്സ് ആർ ഗവൺമെന്റ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. സി ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ്. പ്രൈമറി സൊസൈറ്റികളിൽ 3 തരത്തിലുള്ള മെമ്പേഴ്സ് ആണുള്ളത്. എ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പേഴ്സൺസ് റിസൈഡിങ് ഇൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓർ ഓക്കുപ്പയിങ് ലാൻഡ് ഇൻ ദി ഏരിയ ഓപ്പറേഷൻ. ബി ക്ലാസ് മെമ്പേഴ്സ് ഗവൺമെന്റ് ഓർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ആൻഡ് സി ക്ലാസ് മെമ്പേഴ്സ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ്. ദ സുപ്രീം അതോറിറ്റി ജനറൽ ബോഡി. ഈ ജനറൽ ബോഡിയിൽ നിന്നും 1 man on vote അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നു. ഇതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ ദ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ജനറൽ ബോഡി ഓൺ ദ ബേസ് ഓഫ് 1 man 1 vote. കാരണം ഇവരാണ് ഈ മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ മാനേജ് ചെയ്യപ്പെടുന്നത്. ദി മാനേജിംഗ് കമ്മിറ്റി ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് PACS കൺസിസ്റ്റ്സ് ഓഫ് 7 to 15 മെമ്പേഴ്സ്. 7 മുതൽ 15 പേര് വരെയാണ് ഇതിന്റെ ബോർഡിലുള്ളത്. ഇതിലെങ്ങനെയുള്ളവരുണ്ടായിരിക്കും? SC/ST ഉണ്ടായിരിക്കും, വനിത ഉണ്ടായിരിക്കും. ആണ് നമുക്കറിയാമല്ലോ, കോഓപ്പറേറ്റീവ് ആക്ട് പ്രകാരം SC/ST അതുപോലെ വനിത ഉൾപ്പെടെ 7 മുതൽ 15 പേര് വരെയാണ് പ്രൈമറി സൊസൈറ്റികളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സുപ്രീം അതോറിറ്റി ജനറൽ ബോഡി. ജനറൽ ബോഡിയിൽ നിന്നാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം 7 മുതൽ 15 പേര് വരെയാണ്. ടേം ഓഫ് ബോർഡ് എന്ന് പറയുന്നത് 5 year ആണ്. ബോർഡിന്റെ കാലാവധി 5 വർഷം. ഈ ബോർഡിൽ നിന്നും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് സുപ്രീം അതോറിറ്റി ജനറൽ ബോഡി. ജനറൽ ബോഡിയിൽ നിന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. ബോർഡിൽ നിന്നും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിന്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നു ഓണറേറിയം എന്നാണ് പറയപ്പെടുന്നത്. റെമ്യൂണറേഷൻ ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഓണറേറിയം. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ സെക്രട്ടറിയും, ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ MD അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ. ഇതാണ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളും അതുപോലെ തന്നെ ഫാർമേഴ്സ് സർവീസ് തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചീഫ് ഓഫീസർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് സെക്രട്ടറി, ബട്ട് ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് MD അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതിന്റെ മാനേജ്മെന്റിന്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ആണ്. ഈ ജനറൽ ബോഡിയിലാണെങ്കിൽ 3 തരത്തിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. എ ക്ലാസ് മെമ്പേഴ്സ്, ബി ക്ലാസ് മെമ്പേഴ്സ്, സി ക്ലാസ് മെമ്പേഴ്സ്. എ ക്ലാസ് എന്ന് പറയുന്നത് പേഴ്സൺസ് റിസൈഡിങ് ഇൻ ദ ഏരിയ ഓപ്പറേഷൻ ഓർ ഓക്കുപ്പയിങ് ലാൻഡ് ഇൻ ദ ഏരിയ ഓപ്പറേഷൻ. ബി ക്ലാസ് മെമ്പേഴ്സ് ആർ ഗവൺമെന്റ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. സി ക്ലാസ് മെമ്പേഴ്സ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ്. ഇനി ഇതിന്റെ ബോർഡില് 7 to 15 മെമ്പേഴ്സ്. 7 മുതൽ 15 പേര് വരെയാണ് ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് MD അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ. ദി ഫസ്റ്റ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ പ്രൈമറി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് 1913 കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം കൊച്ചിൻ പ്രോവിൻസിൽ ആദ്യമായി രൂപീകരിച്ച കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എടവനക്കാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതാണ് പിന്നീട് എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് മാറുന്നു. ദി ഫസ്റ്റ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള. കേരളത്തിലെ ഫസ്റ്റ് പ്രൈമറി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ദി ഫസ്റ്റ് പ്രൈമറി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻട്രഡ്യൂസ്ഡ് ATM ഫെസിലിറ്റി. കാരശ്ശേരി ബാങ്ക് കോഴിക്കോട് ആദ്യമായിട്ട് ATM കൊണ്ടുവരുന്ന
കേരളത്തിലെ പ്രൈമറി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് കാരശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മുക്കം, കോഴിക്കോട്. കോഴിക്കോട് ഉള്ള കാരശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് ആദ്യമായിട്ട് ATM കൊണ്ടുവരുന്നത്. ദി ഫസ്റ്റ് പ്രൈമറി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് ATM ഫെസിലിറ്റി ഇൻ കേരള. കാരശ്ശേരി ബാങ്ക്, കോഴിക്കോട്. കോഴിക്കോട്ടെ കാരശ്ശേരി ബാങ്ക് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് ATM ഫെസിലിറ്റി കൊണ്ടുവരുന്ന ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ പ്രൈമറി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ആദ്യമായിട്ട് ATM കൊണ്ടുവരുന്ന കേരളത്തിലെ പ്രൈമറി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് കാരശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, കോഴിക്കോട്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഈ പ്രൈമറി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട കുറെ ടേമുകളെ കുറിച്ച് ഇനി നമുക്ക് പഠിക്കാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡബിൾ ലോക്ക് സിസ്റ്റം. ഇതാണ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് ഡബിൾ ലോക്ക് സിസ്റ്റം. എന്ന് പറഞ്ഞാൽ ലോക്കറിന്റെ കീ ഒന്നുകിൽ സെക്രട്ടറിയുടെ കയ്യില് അല്ലെങ്കിൽ കാഷ്യറുടെ കയ്യില്. അതിനെയാണ് എന്ത് പറയുന്നത്? ഡബിൾ ലോക്ക് സിസ്റ്റം. ഇതാണ് ദി ലോക്കർ കീ ഈസ് ഹാൻഡിൽഡ് സെക്രട്ടറി ഓർ കാഷ്യർ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ഡബിൾ ലോക്ക് സിസ്റ്റം. ഡബിൾ ലോക്ക് സിസ്റ്റം റിലേറ്റ്സ് PACS. PACSുമായി ബന്ധപ്പെട്ടതാണ് ഡബിൾ ലോക്ക് സിസ്റ്റം. ദെൻ PACSുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ടേമുകളാണ് കെട്ടുതെങ്ങ് സ്കീം, അതുപോലെ തന്നെ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ഇതാണ് ഈ പ്രൈമറി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട ടേമുകളാണ് കെട്ടുതെങ്ങ് സ്കീം, ഡബിൾ ലോക്ക് സിസ്റ്റം, അതുപോലെ തന്നെ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ അതുപോലെ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ ഇതെല്ലാം ആണെങ്കിൽ പ്രൈമറി കോഓപ്പറേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ടേമുകളാണ്. നമുക്കറിയാം ഡബിൾ ലോക്ക് സിസ്റ്റം റിലേറ്റ്സ് PACS. പ്രൈമറി സർവീസ് കോഓപ്പറേറ്റീവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡബിൾ ലോക്ക് സിസ്റ്റം. ലോക്കറിന്റെ കീ ആണെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് സെക്രട്ടറിയുമാകാം അല്ലെങ്കിൽ കാഷ്യർ ആകാം. അതുകൊണ്ടാണ് ഇതിനെ ഡബിൾ ലോക്ക് സിസ്റ്റം എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ കെട്ടുതെങ്ങ് സ്കീം. കെട്ടുതെങ്ങ് സ്കീം ഈസ് അസോസിയേറ്റഡ് PACS. അതായത് കോഓപ്പറേറ്റീവ് സെക്ടർ ഇത്രയും ഡെവലപ്മെന്റ് ആകുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന ഒരു സ്കീമാണ്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയില് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്കീമാണ് കെട്ടുതെങ്ങ് സ്കീം എന്ന് പറയപ്പെടുന്നത്. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണെങ്കിൽ നമ്മൾ തെങ്ങ് വിട്ടുകൊടുക്കുന്നു, അവരാണെങ്കിൽ അതിന്റെ നാളികേരം അവര് അതിന്റെ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന കോഓപ്പറേറ്റീവ് സെക്ടർ ഇത്രയും ഡെവലപ്മെന്റ് ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്കീമാണ് കെട്ടുതെങ്ങ് സ്കീം. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്കീമാണ് കെട്ടുതെങ്ങ് സ്കീം എന്ന് പറയുന്നത്. ക്രോപ്പ് ലോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടി പ്രൈമറി സൊസൈറ്റിയിൽ നമ്മൾ ലോൺ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണോ നമ്മൾ കൃഷി ചെയ്യുന്നത് അതായിരിക്കും സെക്യൂരിറ്റി. അങ്ങനെ ഒരു സിസ്റ്റത്തിനെയാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം എന്ന് പറയപ്പെടുന്നു. ഇത് രണ്ട് രീതിയിൽ കൂടാണ്. A കമ്പോണന്റും ഉണ്ട്, B കമ്പോണന്റും ഉണ്ട്. A കമ്പോണന്റ് ഓഫ് ക്രോപ്പ് ലോൺ മീൻസ് ലോൺ ഈസ് ഗിവൺ ഇൻ ക്യാഷ്. B കമ്പോണന്റ് ഓഫ് ക്രോപ്പ് ലോൺ മീൻസ് ലോൺ ഈസ് ഗിവൺ ഇൻ കൈൻഡ്. അതായത് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ്, അഗ്രികൾച്ചർ ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ്സ് എക്സെട്ര. രണ്ട് രീതി കൂടെ ഈ ക്രോപ്പ് ലോൺ കൊടുക്കുന്നു. ഒന്ന് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു, മറ്റൊന്ന് കൈൻഡ് ആയിട്ട് കൊടുക്കുന്നു. അതായത് വിത്തുകളോ വളങ്ങളോ കീടനാശിനികളോ കാർഷിക ഉപകരണങ്ങളോ ആയിട്ട് ലോൺ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? B കമ്പോണന്റ് എന്ന് പറയുന്നു. A കമ്പോണന്റ് ലോൺ ഈസ് ഗിവൺ ഇൻ ക്യാഷ്. B കമ്പോണന്റ് ഓഫ് ക്രോപ്പ് ലോൺ മീൻസ് ലോൺ ഈസ് ഗിവൺ ഇൻ കൈൻഡ്. ഈ ക്രോപ്പ് ലോൺ സിസ്റ്റം റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഗോർവാല കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. അതുപോലെ ഈ ഗോർവാല കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന മറ്റൊന്നാണ്
ലിങ്കിങ് യോർ ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. അതായത് ലിങ്കിങ് യോർ ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമറി സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അവിടെ ആണെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രോപ്പാണ് സെക്യൂരിറ്റി. എന്നിട്ട് നമ്മൾ കൃഷി അതിന്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നം മാർക്കറ്റിംഗ് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നു. മാർക്കറ്റിംഗ് സൊസൈറ്റി നമ്മളുടെ പ്രൈമറി സൊസൈറ്റിയിൽ നിന്ന് എടുത്ത ലോണും അതിന്റെ പലിശയും കഴിഞ്ഞിട്ട് ബാക്കി പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെയാണെന്ന് പറയുന്നത് ലിങ്കിങ് യോർ ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ഇതും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. ഇതിന്റെ പ്രൈമറി സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കെട്ട് തെങ്ങ് സ്കീം, ഡബിൾ ലോക്ക് സിസ്റ്റം, അതുപോലെ തന്നെ ക്രോപ്പ് ലോൺ സിസ്റ്റം, ലിങ്കിങ് യോർ ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എക്സെട്ര ആർ റിലേറ്റ്സ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇനി ഈ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുകൂടെ നമുക്ക് നോക്കാം. ഇതാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് PACS. കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നോട്ട് ലെസ് ദാൻ 15% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. 15% കുറയാതെയുള്ള ലാഭവിഹിതം എന്തിലേക്ക് കൊടുക്കുന്നു? റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഇതാണ് നോട്ട് ലെസ് ദാൻ 15% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. 5% എഡ്യൂക്കേഷൻ ഫണ്ട്, 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്, 10% കോമൺ ഗുഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയുള്ളതാണ് കോമൺ ഗുഡ് ഫണ്ട്, 10% മെമ്പർ റിലീഫ് ഫണ്ട്, 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, നോട്ട് മോർ ദാൻ 25% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ഡിവിഡൻഡ്. 25% കൂടാതെയുള്ള ലാഭവിഹിതം മെമ്പേഴ്സിന് ലാഭവിഹിതമായിട്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. ബാലൻസ് ഇഫ് എനി, ബാക്കി പൈസ ഉണ്ടെങ്കിൽ ഓൺ ദ ബേസ് ഓഫ് ദ ബൈല ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ ബൈല പ്രകാരം ചിലവാക്കുന്നു. എന്താണ് പറഞ്ഞത്? ഇതിന്റെ ലാഭവിഹിതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് PACS നോട്ട് ലെസ് ദാൻ 15% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്, 5% എഡ്യൂക്കേഷൻ ഫണ്ട്, 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, 10% കോമൺ ഗുഡ് ഫണ്ട്, 10% മെമ്പർ റിലീഫ് ഫണ്ട്, 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, നോട്ട് മോർ ദാൻ 25% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ഡിവിഡൻഡ്. ബാലൻസ് ഇഫ് എനി യൂസ്ഡ് ദ ബൈല ഓഫ് ദ സൊസൈറ്റി, ബാക്കി പൈസ ഉണ്ടെങ്കിൽ സൊസൈറ്റിയുടെ ബൈല പ്രകാരമാണെങ്കിൽ ചിലവാക്കുന്നു. ഇങ്ങനെയാണ് ഈ പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ.